എമ്പുരാൻ. അപ്പം നാളെ എമ്പുരാൻ ഇറങ്ങാൻ പോവാണ്. ടിക്കറ്റ് എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കണം. നാളെ എങ്ങനെയൊക്കെയോ ഒപ്പിച്ചെടുത്ത് ഫാൻ ഷോയ്ക്ക് പോകാൻ പറ്റില്ല. ഫാൻ ഷോയ്ക്ക് ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടാണ്. കാരണം ഇത്രയും നാളത്തെ മോഹൻലാലിൻ്റെ ഒരു സിനിമ, അതായത് ഫാൻസുകാർക്കൊക്കെ ആഘോഷിക്കാൻ പറ്റുന്ന സിനിമ അവർക്ക് കിട്ടുമ്പോൾ അവരെന്തായാലും തിമിർത്ത് ആഘോഷിക്കും. നമുക്ക് ചിലപ്പോൾ ഡയലോഗ് ചിലപ്പോൾ ആ ഒരു ഇത് പറയാൻ പറ്റില്ല എങ്ങനെയായിരിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ വേണ്ടാന്ന് വെച്ചാൽ ഫാൻ ഷോയ്ക്ക് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ കിട്ടിയില്ല. അതുമാത്രമല്ല, എന്തായാലും ഒരു 9:30 ഷോയ്ക്ക് എന്നെ ബുക്ക് ചെയ്തേക്കണം. അപ്പോൾ ആ ഷോ എങ്ങനെയൊക്കെയോ സീറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഒന്ന് എടുക്കുമ്പോഴേക്കും അപ്പം സീറ്റ് പോവാ ചെയ്യണം. അതുമാതിരി ഇതായിരുന്നു. എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഇത് കൂട്ടുകാരനെ ഒപ്പിച്ചൊക്കെ സീറ്റ് ബുക്ക് ചെയ്തെല്ലാം കഴിഞ്ഞ് ഞാൻ നാളത്തേക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ കുറേ എൻ്റെ പൊന്നോ, എൻ്റെ എത്ര പേരുടെ ഇതെന്ന് അറിയോ, ഇതാരാണ് ഇവരാണ് എന്നൊക്കെ മറ്റേ ഇതിൽ മമ്മൂട്ടി ഉണ്ടാവും എന്നൊക്കെ അങ്ങനെ കുറേ യൂട്യൂബ് തുറന്ന യൂട്യൂബ് തുറന്ന എമ്പുരാൻ ഇതൊക്കെ തന്നെ കാണാൻ പറ്റണം. യൂട്യൂബ് തുറന്ന ഇതാണ് ആ ഒരു ട്രെയിലറിൽ നിന്നൊക്കെ എന്തൊക്കെ സാധനങ്ങൾ എടുത്തെന്നറിയാം. എൻ്റെ ദൈവമേ, പിന്നെ അല്ല ഓവർ എനിക്ക് ഈ ട്രെയിലർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ ഒരിക്കലും ഞാൻ അതായത് ഇതിലെന്തൊക്കെയാണ് ഉണ്ടാവാമെന്ന് കുറേ പേര് പറയണ്ടാവില്ലേ ട്രെയിലർ കണ്ടിട്ട്. ഞാൻ അങ്ങനെ നോക്കാൻ പോയില്ല. വേറെ ഒന്നല്ല, ഈ നമ്മൾ അങ്ങനെ പ്രതീക്ഷിച്ച് പോയിട്ട് അതിനകത്തൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കിട്ടാൻ പോണ ഒരു ഇതില്ലേ, അതായത് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ അങ്ങനെ ഈ കങ്കു ഇറങ്ങാൻ പോയപ്പോൾ അതിൻ്റെ ഇതാണ് ഇങ്ങനത്തെ ഈ ഒരു കാലഘട്ടം കാണിക്കണോ അങ്ങനെയൊക്കെ ഭയങ്കരമായ ഇതായിരുന്നു. അവിടെ ഇപ്പോൾ ഒന്നുമില്ല. അപ്പോൾ ഇതിനകത്ത് ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞത് അല്ല, ഒന്നും ഉണ്ടാവില്ല എന്നല്ല ഞാൻ വിചാരിക്കണേ. പക്ഷേ പൃഥ്വിരാജായ കാരണം അറിയാലോ, ആ ഒരു സെറ്റപ്പ് ഒരു സാധനം തന്നെ വേറെ തന്നെ ആയിരിക്കും. പക്ഷേ നമ്മളിത് വിചാരിച്ചൊക്കെ പോകുമ്പോൾ ഇത് ചിലവർ പറയുന്നത് മറ്റേ ഹെലികോപ്റ്റർ അവിടെ മോഹൻലാൽ നിൽക്കുന്നത് മമ്മൂട്ടി വരുന്നതാണ് അങ്ങനെയൊക്കെ. അതൊക്കെ നമ്മളൊന്നും ഇതൊന്നും അറിയാതെ നമ്മൾ അവിടെ പോവാം, കാണാം. അപ്പം ഉണ്ടാവുന്ന ഒരു ഇതില്ല ആരൊക്കെയാണ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മൾ ഇവരായിരിക്കും അപ്പോൾ അവരല്ലേ അതൊക്കെ വരുമ്പോൾ വെറുതെ എന്തിനാണ് ഒന്നും നോക്കണ്ട. ആ ട്രെയിലർ കണ്ടു, ആരെങ്കിലുമൊക്കെ ഉണ്ടാവട്ടെ. ആ ലൂസിഫർ കണ്ട ഒരു ഇതിൽ മൊമെൻറ്റിലാണ്ട് പോവാം. ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൈയടിച്ച് തിമിറുക്കുക, അങ്ങനെ ചെയ്യണ്ടേ. പിന്നെ അല്ല ഇതിനകത്ത് മറ്റേ ബാക്ക് തിരിഞ്ഞൊക്കെ മറ്റേ ഡ്രാഗൻ ആ ഒരു ബാക്ക് ഒരു ചിഹ്നം വെച്ചിട്ട് തിരിഞ്ഞേക്കണത് ആമിർ ഖാനാണ്, അതാണ് മരിച്ചവരാണെന്നൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്. പിന്നെ ചിലവർ ഫാസിലാണ്, ഫാസിലേ അല്ല, ഇനി ആമിർ ഖാനാണെന്ന് എനിക്ക് ആമിർ ഖാനാണ് എനിക്ക് തോന്നിയില്ല. എനിക്ക് എൻ്റെ ഹിറ്റ്മാനില്ലേ ഡോണി എന്ന് പറഞ്ഞ ആള്, ഹിറ്റ്മാൻ സിനിമ, അപ്പോൾ ആ സിനിമ കണ്ടവർക്ക് അറിയാം. എനിക്ക് ആ ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് ആളായിരിക്കണം എന്നാണ് എൻ്റെ ഒരു ഊഹം. ഇനി ആരാണോ ആരെങ്കിലുമൊക്കെ എന്തായാലും ഒരു ചൈനീസുകാരനാണ്, എന്തെങ്കിലും ആ ആളല്ലെങ്കിൽ ഏതൊരു ചൈനീസ് നടനം അങ്ങനെ ആയിരിക്കും, അത്രേ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് വേറെ ഫാസിലൊന്നും ആയിരിക്കില്ല. ആമിർ ഖാൻ അവന് ചാൻസ് ഇല്ല. ആമിർ ഖാൻ അവന് ചാൻസ് ഇല്ല. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ നോക്കാനോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം തുറന്ന് നോക്കാനോ ഒന്നും പോയില്ല. ആരെങ്കിലുമൊക്കെ ആവട്ടെ, നാളെ അറിയാം ആരൊക്കെയാണ് എന്തൊക്കെയാണ്. ഇപ്പോൾ തേർഡ് പാർട്ടുള്ളത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരിക്കും. തേർഡ് പാർട്ട് ഈ ഒരു സിനിമയുടെ അതായത് പിന്നെ അല്ല, ഇതിൻ്റെ ടീസർ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച ആ ഒരു ഭാഗം അതൊക്കെ അങ്ങനെയൊക്കെ കുറച്ച് ഭാഗം മാത്രം ഉണ്ടാവുള്ളൂ. മറ്റേ മോഹൻലാൽ വീണ്ടും പഴയ സ്റ്റൈലിലേക്ക് പറഞ്ഞാൽ മൊത്തം വെടിയും വെപ്പും അങ്ങനത്തെ മൊത്തം പരിപാടി ആയിരിക്കുന്നത്. പക്ഷേ ട്രെയിലർ കൂടി കണ്ടപ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് മാസം കൂടിയ സാധനം, അതായത് അതായത് ഒരു ഇതില്ലേ, അത് ആ ട്രെയിലർ കൊണ്ടിപ്പോൾ എനിക്ക് ഓക്കെ. മറ്റേത് എനിക്ക് തന്നെ എന്താണ് എന്താ പറയുക, ചിലവ് കുറേ പേര് പറയുണ്ടായി ഇത് വന്നൊന്ന് KGF പോലെ ആവാണല്ലോ, മോഹൻലാൽ വലിയൊരു സംഭവം അങ്ങനെയൊക്കെ ചിലവർക്ക് പറയുന്നുണ്ടായി. അപ്പോൾ ഈ ട്രെയിലർ ശരിക്കും കണ്ടപ്പോൾ അത് മൊത്തം മാറി ശരിക്കും പറഞ്ഞു. അതായത് വേറെ സാധനം, അതായത് നമ്മുടെ മലയാള സിനിമയ്ക്കൊക്കെ ഇങ്ങനത്തെ എടുത്ത് കയറ്റരുത്. അതായത് ആ എമ്പുരാന്നുള്ള മ്യൂസിക് തന്നെയില്ല, എൻ്റെ മുഖത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് ഡാർക്ക് ഒരു ഫീൽ, അതായത് ആ മഴ സമയത്ത് എൻ്റെ മുന്നേ ആ സമയത്ത് അതൊക്കെ ഒരു രക്ഷയില്ലാത്ത ഷോട്ടുകളുണ്ട് ശരിക്കും. ആ തിയേറ്റർ സിനിമ നല്ലതാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിൽ തന്നെ പോയി കാണണം. നമ്മൾ OTTക്ക് വേണ്ടി ഇപ്പോൾ സിനിമ ഇഷ്ടമില്ലാത്തൊരു സിനിമ കാണാത്തവരുണ്ടാവും,
അത് ഓരോരുത്തരുടെ ഇഷ്ടമൊക്കെയാണ്. അതായത് ചിലപ്പോൾ ഈ സിനിമേനെ കുറിച്ച് വല്ല ഇതിലാവട്ടെ എന്ന് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എന്നെ ബാധിച്ച് എനിക്ക് പറയുകയാണെങ്കിൽ എനിക്ക് സിനിമയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് ചില സിനിമകൾ അതായത് തോട്ടടുത്ത് നിന്ന് ജയിക്കാനുള്ള ഒരു മാർഗ്ഗം അങ്ങനെയൊക്കെ തരുന്നതാണ് സിനിമ. എനിക്കൊക്കെ ഞാൻ ഇപ്പോൾ എന്തെങ്കിലും ഇതൊക്കെ വരുമ്പോൾ ഞാൻ സിനിമ ഇട്ട് ആകും ഇതൊക്കെയാവും. ചിലവർക്ക് ഗെയിമിങ് സിനിമ എനിക്ക് ഭയങ്കര ഇതാണ്. അപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നാളെ പിന്നെ ഒരു ടെൻഷൻ, അത് ടെൻഷൻ സംഭവമില്ല. അത് ടെൻഷൻ എന്ന് വെച്ചാൽ സ്ലോപ്പാവോ അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഈ മമ്മൂട്ടി മോഹൻലാൽ അങ്ങനെ ഒരു ഫാൻ വൈബില്ല ഇവരോട്. എനിക്ക് ഇവർ രണ്ടുപേരും നല്ല പടമാണോ അത് ഞാൻ പോയി കാണും. ഇപ്പോൾ മിക്ക പടങ്ങൾ പോയി കാണും, അതായത് കുട്ടികളില്ലെങ്കിലും ഈ റിവ്യൂ പറയണ കാരണം. ഇപ്പോൾ മമ്മൂട്ടിയുടെ പക്ഷെ ഇപ്പോൾ മമ്മൂട്ടി എടുക്കുന്ന സിനിമകൾ എനിക്ക് ഭയങ്കര ഇതാണ്. മോഹൻലാൽ എടുക്കണേക്കാളും ഇപ്പോൾ തുടരും സിനിമയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്, അതിൻ്റെ ഇതിടണം. പിന്നെ അല്ല ഇപ്പോൾ പൃഥ്വിരാജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളി കട്ട മോഹൻലാൽ ഫാനാണ്. അപ്പോൾ പുള്ളി മാക്സിമം ഇതിടുന്നുണ്ട്. അതായത് ആ ഒരു സിനിമയുടെ ഓരോ ഭാഗങ്ങൾ, അതായത് നല്ല വൃത്തിക്ക് നമ്മൾ പറയില്ല ഒരു ഫാൻ ബോയ്സിനെ അതായത് പുള്ളി ഒരു ഫാനാണ്, പക്ഷെ ഒരു കുറച്ചിൽ പോലും വരുത്തിക്കുക. അതായത് അത്ര ഇതോടെ പുള്ളി കഷ്ടപ്പെട്ടു. അതായത് ഒരിക്കലും ഞാൻ കാരണം പൊട്ടിപ്പോകരുത് എന്നൊരു ചിന്ത പുള്ളി നല്ലോണം എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ഇത് കാണാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ. നമ്മളങ്ങനെയല്ല, നമ്മളിപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട നടനെ നമ്മൾ ചെയ്യാൻ പോവുകയാണെങ്കിൽ സിനിമയ്ക്ക് നമ്മൾ മാക്സിമം പൊട്ടാതിരിക്കാൻ നോക്കുക. ആ പുള്ളിയുടെ പൊട്ടാണ് അത് എന്തുകൊണ്ടാണെന്ന് അറിയുന്നത് നമുക്ക് തന്നെയാണ്. അപ്പോൾ പുള്ളി മാക്സിമം നോക്കിയിട്ടുണ്ടാവും, അതായത് ഒരിക്കലും പൊട്ടരുത് എന്നൊരു മൈൻഡ് മൊത്തം. അതന്നെ ലൂസിഫർ വിജയിക്കാൻ കാരണം അമ്മാതിരി രീതിയിൽ എടുത്ത് വെച്ചാൽ ആ ഒരു ടൈമിലേക്ക് ആ ലൂസിഫർ ഇറങ്ങിയ ടൈം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. എന്തായിരുന്നു സംഭവം, ഇതുവരെയും കാണാത്ത രീതിയിൽ മോഹൻലാലിനെ ഇത്രയും സെറ്റപ്പായിട്ട് എൻ്റെ ദൈവം എന്തായിരുന്നു. അപ്പോൾ ആ ഒരു നാളെ അറിയാം എന്താകും എന്തെന്ന്. എല്ലാ സിനിമയും വിചാരിച്ച പോലെ വിജയിക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളവിടെ പോയി കാണുമ്പോൾ നമുക്ക് അത്രയും ചിലപ്പോൾ പോരാ, ചിലപ്പോൾ കാണുന്നവർ എന്നാൽ വിചാരിച്ച അത്രയും ആ ഡയലോഗ് ഉറപ്പാണ്. എന്നാലും നമ്മൾ വിചാരിച്ച അത്രയില്ല, കുഴപ്പമില്ല. ചിലപ്പോൾ ഈ ഡയലോഗ് മെയിനായിരിക്കും. ഏതെങ്കിലും ആൾക്കാർ വരും, കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് ഒരു സിനിമയും ഇല്ല. എന്നാൽ ഇങ്ങനത്തെ ഡയലോഗൊക്കെ ഉറപ്പാണ്, പോരാ വിചാരിച്ച അത്ര ഹൈപ്പിന് അത്രയില്ല, അങ്ങനെയൊക്കെ അതൊക്കെ എന്തായാലും ഉണ്ടാവും. അത് അങ്ങനെ വിചാരിച്ച് പോണത് ഇതിനെക്കുറിച്ച് കുറേ അന്വേഷിച്ചൊക്കെ ട്രെയിലറൊക്കെ കണ്ട് ഇതാണ് സംഭവം അങ്ങനെ വിചാരിച്ച് പോകുന്നതാണ് ഏറ്റവും കുഴപ്പം. ആ ട്രെയിലർ കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ പോവുക, കാണാം, അപ്പോൾ കിട്ടണ ഒരു ഫീല് അതൊക്കെ വേറെ. പിന്നെ ടോവിനാണ് വില്ലൻ എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ ദൈവം അത് എന്തോരം കേൾക്കുമെന്ന് അറിയാമോ, ടോവിനെ മാറി. അത് ട്രെയിലറിൻ്റെ ആർക്കും തോന്നുന്നു, എനിക്കും ട്രെയിലറിന് തോന്നുന്നു അതെന്താവോ എന്തോ. അതും പിന്നെ എനിക്കൊരു ഇതുണ്ട്, എന്തായാലും എന്തൊക്കെ പറഞ്ഞാലും അവിടെ പോയി കണ്ട് കേൾക്കാൻ തന്നെ നല്ലത്. മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ നമ്മൾ എങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ ഒരു ഇതില്ല. ഞാൻ മാക്സിമം യൂട്യൂബ് അതിനെക്കുറിച്ച് നോക്കാണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ അങ്ങനെ പോയി കണ്ടിട്ടൊരിത് കിട്ടിയില്ലെങ്കിൽ ഈ ജയിലർ സിനിമയൊക്കെ ഇല്ലേ, ജയിലർ സിനിമ മോഹൻലാലൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തീരെ പോക്കാരിയെന്ന് വിചാരിച്ചു, കാരണം പുള്ളിയുടെ ഒരു ഇതും അതൊക്കെ കണ്ടപ്പോൾ. പക്ഷേ അതാ പറഞ്ഞത്, നമ്മളവിടെ പോയി കിട്ടണ ഒരു ഫീൽ, അത് തന്നെ ഒരു ഫീൽ തന്നെയാണ്. ഇപ്പം എന്തായാലും നാളെ നല്ല പ്രതീക്ഷയുള്ള സിനിമയാണ് ശരിക്കും പറഞ്ഞാൽ. എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. അതായത് ഇപ്പോൾ കുട്ടിയാലും പൃഥ്വിരാജ് എന്നൊരു ആളായാലും എനിക്ക് നല്ല പ്രതീക്ഷ. ഒരിക്കലും മോശമാക്കാൻ ചാൻസ് കുറവാണ്. എന്തെങ്കിലുമൊക്കെ നല്ലതുണ്ടാവും. അതായത് ചിലപ്പോൾ ഫസ്റ്റിൻ്റെ അത്രയും ഉണ്ടാവില്ലായിരിക്കും, അങ്ങനെയൊക്കെ അയക്കാം. എന്നാലും ടിക്കറ്റ് നാളെ ബുക്ക് ചെയ്തിട്ടുണ്ട്, കഷ്ടപ്പെട്ട് ബുക്ക് ചെയ്ത് കിട്ടാത്തവരുണ്ടെങ്കിൽ ബാംഗ്ലൂർ പോകേണ്ടി വരും. ബാംഗ്ലൂർക്ക് ചിലപ്പോൾ കിട്ടാത്തവരെ ഇവിടെ നിന്ന് കുറേ പേര് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ബൈ.